ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരം തുടങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ? ആമുഖമായിട്ട് കഥാസാഗരം എന്താണെന്ന് പറഞ്ഞേക്കാം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. പിന്നെ അവസാനം കുറച്ച് വർത്തമാനമൊക്കെ കാണും. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും എല്ലാം ഇതിലൂടെ കടന്നു വരും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇന്ത്യൻ നാടോടി കഥയാണ്. കർണാടക കഥകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു ഇന്ത്യൻ നാടോടി കഥ, അതായത് കർണാടകത്തിൽ നിന്നുള്ള ഒരു നാടോടി കഥ. അപ്പോൾ വൈകണ്ട, നമുക്ക് കഥയിലോട്ട് കടന്നാലോ? എല്ലാവരും കഥ കേൾക്കാൻ കാത്തിരിക്കില്ലേ? നല്ലപ്പ ഒരു കർഷകനായിരുന്നു. ഒരു കർഷകൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അയാൾ നല്ലൊരു കർഷകനായിരുന്നു. അയാൾക്ക് വളരെ പ്രായമായിരുന്നെങ്കിലും അധ്വാനിക്കുന്നതിൽ ഒരു മടിയുമില്ലായിരുന്നു. എന്നാൽ അയൽക്കാരായിരുന്ന ഗോവിന്ദനും വിനായകവും അങ്ങനെ ആയിരുന്നില്ല. ചെറുപ്പക്കാരായിരുന്നുവെങ്കിലും അവർ മഹാമടിയന്മാരായിരുന്നു. ജോലിയെടുക്കുന്നതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നല്ലപ്പ പറമ്പിൽ ഒരു മാവിൻ തൈ നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി മഹാരാജാവ് ഒരു കുതിരപ്പുറത്ത് വന്നു. ആ മഹാരാജാവിൻ്റെ കണ്ണ് നല്ലപ്പയിൽ പതിഞ്ഞു. അദ്ദേഹം ചെയ്യുന്ന കൃത്യത്തിൽ പതിഞ്ഞു. അതായത് ഒരു വൃദ്ധൻ മാവിൻ തൈ നടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. അദ്ദേഹം നല്ലപ്പയുടെ അരികിലേക്ക് ചെന്നു. രാജാവ് ഇതാ വന്നിരിക്കുന്നു. രാജാവിനെ കണ്ടപ്പോൾ നല്ലപ്പ താണ് തൊഴുതു. രാജാവ് നല്ലപ്പയോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? 80 കഴിഞ്ഞു തമ്പുരാനെ. എന്നിട്ടാണോ നിങ്ങൾ ഈ മാവിൻ തൈ നടുന്നത്? ഇത് വലുതായി പൂത്ത് കായ്ച്ച് പഴുത്ത് മാമ്പഴമാകുന്നത് വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ? പിന്നെ ഈ തൈ നട്ടിട്ട് എന്ത് ഗുണം? നല്ലപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാത്മൻ, ആരുടെയും ജീവിതത്തെക്കുറിച്ച് ഉറപ്പ് പറയാൻ നമുക്കാവില്ല. അതൊക്കെ ഈശ്വരൻ്റെ നിശ്ചയമാണ്. ഞാൻ നട്ട മരങ്ങളിലെ ഫലം കൊണ്ടല്ല ഞാൻ വളർന്നത്. ഒരു പക്ഷേ എനിക്ക് തിന്നാൻ യോഗമുണ്ടായേക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും ഉപയോഗമുണ്ടാകുമല്ലോ. നല്ലപ്പയുടെ മറുപടി രാജാവിന് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഈ മരത്തിലുണ്ടാകുന്ന മാമ്പഴം തിന്നാനുള്ള ആയുസ് ദൈവം തരട്ടെ. അപ്പോൾ എനിക്കും കുറച്ച് മാമ്പഴം കൊണ്ടുവന്ന് തരണം. അതിനുള്ള യോഗമുണ്ടെങ്കിൽ തീർച്ചയായും മാമ്പഴവുമായി ഞാൻ അങ്ങേ വന്ന് കാണും. നല്ലപ്പ തൊഴുകൈയോടെ പറഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ നല്ലപ്പയുടെ തൈമാവ് വലുതായി പൂത്ത് കായ്ച്ചു. അതിൽ മാമ്പഴങ്ങൾ നിറഞ്ഞു. നല്ലപ്പ മാമ്പഴങ്ങളുമായി രാജാവിനെ കാണാൻ ചെന്നു. നല്ലപ്പയെ കണ്ടപ്പോൾ രാജാവിന് സന്തോഷമായി. രാജാവിന് സന്തോഷമായെന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാളേറെ അത്ഭുതവും. അദ്ദേഹം ഉടനെ ഉത്തരവിട്ടു, ഇദ്ദേഹത്തിന് ഈ മാമ്പഴത്തിൻ്റെ തൂക്കത്തിന് സ്വർണം നൽകാൻ നാം ഉത്തരവിടുന്നു. ഇതായിരുന്നു രാജാവിൻ്റെ കൽപ്പന. നല്ലപ്പയ്ക്ക് സന്തോഷമായി. അയാൾ സ്വർണവുമായി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഇക്കാര്യം നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. ഗോവിന്ദനും വിനായകവും അസൂയ കൊണ്ട് പൊറുതിമുട്ടി. അവരുടെ ഭാര്യമാർ ശകാരം കൊണ്ട് അവരുടെ ചെവി പൊട്ടിച്ചു. കണ്ടോ, കിഴവനാണെങ്കിലും അങ്ങേരുടെ മിടുക്ക്. നിങ്ങളും എന്തെങ്കിലുമൊക്കെ രാജാവിനെ ചെന്ന് കണ്ട് കാഴ്ചവെക്ക്. വെറുതെ കിട്ടണ സ്വർണം എന്തിന് നമ്മൾ കളയണം? ഭാര്യ ഗോവിന്ദനെ നിർബന്ധിച്ച് കൊട്ടാരത്തിലേക്ക് അയച്ചു. അയാൾ രാജാവിന് കാഴ്ചവെക്കാൻ കൊണ്ടുപോയത് ഒരു കുട്ട നെല്ലിക്കയായിരുന്നു. ഗോവിന്ദൻ രാജാവിനെ മുഖം കാണിച്ചു. ആ, എന്തിനായി നെല്ലിക്ക? രാജാവ് ചോദിച്ചു. അങ്ങേക്ക് കാഴ്ചവെക്കാൻ, ഗോവിന്ദൻ അറിയിച്ചു. ആ, എന്നാ വെച്ചിട്ട് പോ, രാജാവ് കൽപ്പിച്ചു. ഗോവിന്ദൻ പോയില്ല. അറച്ചറച്ച് അവിടെ നിന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താ പോകുന്നില്ലേ? അല്ല, നല്ലപ്പയ്ക്ക് കൊടുത്തതുപോലെ അടിയനും സ്വർണം കിട്ടിയാൽ കൊള്ളാം, ഗോവിന്ദൻ അറച്ചറച്ച് പറഞ്ഞു. ഓ, അത് ശരി, അതാണ് കാര്യം. അധ്വാനിക്കാതെ പണമുണ്ടാക്കാനാണല്ലോ നോട്ടം. അയാളുടെ നിസ്വാർത്ഥതയ്ക്കാണ് നാം സമ്മാനം കൊടുത്തത്. നിന്റെ അത്യാഗ്രഹത്തിന് നാം ഇപ്പോൾ തന്നെ സമ്മാനം തരുന്നുണ്ട്. ആരവിടെ? ഇവനെ പിടിച്ചു കെട്ടി അവൻ കാഴ്ചവെക്കാൻ കൊണ്ടുവന്ന നെല്ലിക്ക കൊണ്ട് തന്നെ എറിയട്ടെ. ഗോവിന്ദനെ ഭടന്മാർ
തൂണിൽ പിടിച്ച് കെട്ടി. എന്നിട്ട് നെല്ലിക്ക കൊണ്ട് ഏറ് തുടങ്ങി. ചുറ്റിനും നിന്ന് ഭടന്മാർ ഏറോട് ഏറ്. പക്ഷേ ഗോവിന്ദൻ കരയുന്നതിന് പകരം ചിരിക്കുകയാണ് ചെയ്തത്. നെല്ലിക്ക കൊണ്ടുള്ള ഏറ് കെട്ടി തുടങ്ങുമ്പോൾ അയാൾ കരയാൻ തുടങ്ങുമെന്നാണ് രാജാവും മറ്റുള്ളവരും കരുതിയത്. എന്നാൽ ഏറ് കൊണ്ടതോടുകൂടി ഗോവിന്ദൻ്റെ ചിരി കൂടി. എന്താടോ, നെല്ലിക്ക കൊണ്ടിട്ട് തനിക്ക് നോവുന്നില്ലേ? രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു. ഉണ്ടേ, പിന്നെ എന്താണ് താൻ ചിരിക്കുന്നത്? ഞാൻ ഓരോ ഏറ് കൊള്ളുമ്പോഴും എൻ്റെ അയൽക്കാരൻ വിനായകനെ ഓർത്തു പോകും. അതുകൊണ്ടാണ് ചിരിച്ചു പോയത്. അയാളെ ഓർക്കുമ്പോൾ താൻ എന്തിനാ ചിരിക്കുന്നത്? അവനും അങ്ങേ കാണാൻ വരുന്നുണ്ട്. ആ, അതിനെന്താ, വരട്ടെ. അതിന് തനിക്കെന്താ? രാജാവ് ദേഷ്യത്തോടെ ചോദിച്ചു. അവനൊരു കുട്ട തേങ്ങയുമായാണ് വരുന്നത്. അത് പറഞ്ഞ് ഗോവിന്ദൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത്രയുമാണ് കഥ. അവസാനത്തെ അല്ലേ, എൻ്റെ ഒരു ക്ലൈമാക്സ് കൊള്ളായിരുന്നു. അതിലൊരു നല്ല നർമ്മം ഉണ്ടായിരുന്നു. എല്ലാവരും ആസ്വദിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ കഥയിലെ ഒരു വലിയ സന്ദേശമുണ്ട്. എല്ലാവരും ഇതിലെ തമാശയായിരിക്കും ഏറെക്കുറെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഇതിൽ ആ വൃദ്ധൻ മാവിൻ തൈ നടുകയാണ് അല്ലേ. അതൊരു നല്ല പാഠമായിരുന്നു രാജാവിന്. രാജാവ് വിചാരിക്കുകയാണ്, ഇയാൾ എന്തിനാണ് ഈ പ്രായത്തിൽ ഈ മാവിൻ തൈ നടുന്നത്? 80 വയസ്സുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര നാൾ ജീവിക്കാൻ? ഇത് വളർന്ന് വലുതായി ഇതിൽ മാമ്പഴം പിടിക്കുമ്പോൾ ഇദ്ദേഹം ഉണ്ടായിരിക്കില്ല. അതാണ് രാജാവിൻ്റെ ചിന്ത. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നുണ്ട്, വൃദ്ധനോട് തന്നെ രാജാവ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറയുന്നൊരു മറുപടിയുണ്ട്. മഹാത്മൻ, ആരുടെയും ജീവിതത്തെക്കുറിച്ച് ഉറപ്പ് പറയാൻ നമുക്കാവില്ല. അതൊക്കെ ഈശ്വരൻ്റെ നിശ്ചയമാണ്. ഞാൻ നട്ട മരങ്ങളിലെ ഫലം കൊണ്ടല്ല ഞാൻ വളർന്നത്. ഒരുപക്ഷെ എനിക്ക് തിന്നാൻ യോഗമുണ്ടായേക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും ഉപയോഗമുണ്ടാകുമല്ലോ എന്നാണ് വൃദ്ധൻ പറയുന്നത് അല്ലേ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ശരിയായ കാര്യം അല്ലേ. നമ്മളെല്ലാം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമെല്ലാം കാണുന്ന മരങ്ങളൊന്നും നമ്മൾ നട്ടതല്ല. ഉദാഹരണത്തിന് നമ്മളൊരു പറമ്പ് വാങ്ങിക്കുന്നു, ഒരു വീട് നിർമ്മിക്കാൻ. അവിടെ മാവുണ്ട്, പ്ലാവുണ്ട്, അല്ലെങ്കിൽ പല വൃക്ഷങ്ങളൊക്കെ ധാരാളമുണ്ട്. അതൊന്നും നമ്മൾ നട്ടതല്ല. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. മറന്നു പോകുന്നതെന്ന് പറഞ്ഞത് ഇന്ന് നടിയിലൊക്കെ കുറവാണ്. പണ്ട് നടേണ്ട കാര്യമില്ലായിരുന്നു. പ്രകൃതി തന്നെ അല്ലേ വിത്തുകൾ വിതറി അത് മുളപ്പിച്ചെടുക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നടേണ്ട ആവശ്യമുണ്ട്. കോൺക്രീറ്റ് വൽക്കരണമാണ് ചുറ്റിനും നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബോധപൂർവം നടേണ്ടിയിരിക്കുന്നു. വേറൊന്നിനുമല്ല, അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ വേണമല്ലോ. ഇതിനൊക്കെ മാമ്പഴവും ചക്കയും ഇലിമ്പിക്കായും ഞാവൽപ്പഴവും അങ്ങനെ എന്തൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലേ. അത് മറ്റുള്ളവർ ഇപ്പോഴേ നട്ടാലേ അന്നൊക്കെ അല്ലെങ്കിൽ വരും തലമുറയ്ക്കൊക്കെ അതിൽ നിന്ന് ഭക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പെട്ടെന്ന് കായ്ക്കുന്ന മരങ്ങളൊക്കെ ഉണ്ട്, ഹൈബ്രിഡ് വിത്തുകളും ഹൈബ്രിഡ് മരങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ഈ തെങ്ങുകൾ തന്നെ വളരെ പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ നമ്മുടെ വിപണിയിലുണ്ട്. മാവിൻ്റെ തൈയാലും വെച്ച് അതിന് നാൾക്ക് മുമ്പേ കായ്ക്കുന്ന തൈകളൊക്കെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. എങ്കിൽ കൂടി നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കർമ്മമാണ് ഈ നടിയിൽ പോലെ തന്നെ വളരെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ് കുളങ്ങളും ജലസ്രോതസ്സുകളും ഉണ്ടാക്കുക എന്നുള്ളത്. പണ്ടൊക്കെ കുളം വെട്ടുകയും കിണർ കുഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ, പഞ്ചായത്തും മറ്റുമൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരികയാണ്. ഈ ജലസംഭരണികൾ, ജലം മഴയായി പെയ്തു വരുന്ന ജലം നമ്മുടെ ഭൂമിയിലോട്ട് തന്നെ വിടേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതിന്ന് പലപ്പോഴും മറന്നുപോവുകയാണ് അല്ലേ. ടൈൽസൊക്കെ ഇട്ട് നമ്മൾ വൃത്തിക്കാരായി മാറിയപ്പം ജലത്തെ വല്ലാത്തൊരു ഭയപ്പാടോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ജലം വന്നു കഴിഞ്ഞാൽ ചെളിയാവും അല്ലേ, അതിൻ്റെ വൃത്തികേട്. അപ്പോൾ വീട്ടിൽ ചെളി ഉണ്ടാവാതിരിക്കാൻ ചുറ്റുമെല്ലാം ടൈൽസ് ഇടുന്നു, പാകുന്നു. അതിൻ്റെ ഫലമായിട്ട് വെള്ളം താഴോട്ട് പോകുന്നില്ല, കുറച്ച് വെള്ളമൊക്കെ താഴോട്ട് പോകുന്നുള്ളൂ. ഇന്ന് ബാംഗ്ലൂർ നഗരമൊക്കെ വൻ ജലക്ഷാമത്തിലാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ തിങ്ങിപ്പാർക്കുകയാണ്. ആ ഒരു നഗരമായതുകൊണ്ട് നഗരത്തിലോട്ട് ജോലി ചെയ്യാനും മറ്റുമൊക്കെ വന്ന് അവിടെ കുടിയേറി പാർക്കുന്നവർക്ക് അവർക്ക് ജലമില്ല, ഗ്രൗണ്ട് വാട്ടർ അല്ലേ.
ഭൂഗർഭ ജലവും എന്നൊക്കെ പറഞ്ഞ് അല്ലേ, അതൊന്നും ഇല്ല, ലഭ്യമല്ല. കുഴൽ കിണർ വഴി വലിച്ചെടുക്കുന്ന വെള്ളം, പല കുഴൽ കിണറുകളും പ്രവർത്തിക്കുന്നില്ല, ജലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ജനം വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ചൂട് അല്ലേ വർദ്ധിച്ചു വരുന്നു, അതും ഒരു പ്രശ്നമാണ്. ഈ സൂചനകളെല്ലാം നമ്മൾ ജാഗ്രതയോടെ വേണം കാണാൻ. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വിപത്തിൻ്റെയൊക്കെ സൂചനയാണ്. അപ്പോൾ ഈ നടിയലിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ വലിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അധിനിവേശ സസ്യങ്ങളുണ്ട് അല്ലേ. ഇടയ്ക്ക് ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്, ഈ കമ്മ്യൂണിസ്റ്റ് പച്ച മുതൽ കോൺഗ്രസ് പച്ച വരെ നീളുന്ന അധിനിവേശ സസ്യങ്ങൾ ഈ പശ്ചിമഘട്ട വനങ്ങൾ കീഴടക്കുന്നത് മൂലം ആനകളും കാട്ടുപോത്തുകളും ഉൾപ്പെടെ സസ്യപൊക്കുകളായ മൃഗങ്ങളുടെ ഭക്ഷണ ലഭ്യത കുത്തനെ കുറയുന്നു. ആനകളെ തീറ്റ തേടി കാടിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ ഇത് കാരണമാകുന്നു, അല്ലെങ്കിൽ അവരെ നിർബന്ധിക്കുന്നത് ഇതുമൂലമാണ്. വനത്തിൽ ഇതിനൊക്കെയുള്ള അധിനിവേശ സസ്യങ്ങൾ, അവർക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത അധിനിവേശ സസ്യങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. 82 ഇനം അധിനിവേശ സസ്യങ്ങൾ കേരളത്തിൽ കണ്ടെത്തിയതിൽ 30 ഇനങ്ങൾ തനത് വനസസ്യങ്ങൾക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നതായി കേരള വന ഗവേഷണ കേന്ദ്രത്തിലെ ഫോറസ്റ്റ് എൻറ്റമോളജി വിഭാഗം ചീഫ് സയൻറ്റിസ്റ്റ് ഡോക്ടർ TV സജീവൻ്റെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഞാൻ കോട്ട് ചെയ്യുന്നതൊരു വാർത്തയിൽ നിന്നാണ്. അപ്പോൾ ആ സസ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു റൈറ്റപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. കുങ്ങിണിപ്പൂവ് എന്ന് അറിയപ്പെടുന്ന ലന്റാന ക്യാമറ, അതായത് മരങ്ങളുടെ താങ്ങിൽ 15 മീറ്റർ വരെ ഉയരം വയ്ക്കും. ചുറ്റുമുള്ള ചെടികളുടെ വളർച്ച തടയുന്ന രാസവസ്തുക്കൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടി. ഇത് 12,000 വിത്തുകൾ വരെ ഉൽപ്പാദിപ്പിക്കും. ഇതൊരു അലങ്കാര ചെടിയായും കണക്കാക്കപ്പെടുന്നുണ്ട്. ധൃതരാഷ്ട്ര പച്ച, ആനത്തൊട്ടാവാടി, കമ്മ്യൂണിസ്റ്റ് പച്ച. ഈ കമ്മ്യൂണിസ്റ്റ് പച്ച വനം, കൃഷിഭൂമി, തോട്ടം, ചതുപ്പ്, തരിശുഭൂമി എന്നിവിടങ്ങളിലെല്ലാം വളരും. ശക്തമായ വേരുപടലം മറ്റ് ചെടികളെ ഇല്ലാതാക്കുന്ന രാസവസ്തുക്കൾ സ്വയം നിർമ്മിക്കും. ഈ ചെടി ശരാശരി 80,000 വിത്തുകളുണ്ടാകും. അതാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് പടരുകയും ചെയ്യും അല്ലേ, ഭൂമി ആകെ കൈവശമാക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കോൺഗ്രസ് പച്ച, ഇത് ഒത്തിരി രോഗങ്ങൾക്കും കാരണമാണ്. വേരും ഇവയുടെ പൂമ്പൊടിയും സസ്യഭാഗങ്ങളും വേരും ത്വക്ക് രോഗങ്ങൾക്ക്, ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാകുന്നു. കന്നുകാലികൾ തിന്നാൽ പാലും മാംസവും ഭക്ഷ്യ യോഗ്യമല്ലാതായി മാറും. സിംഗപ്പൂർ ഡെയ്സി, ഉമ്മം, പാവാടപ്പൂവ്, തോട്ടപ്പയർ, മഞ്ഞക്കൊന്ന. മഞ്ഞക്കൊന്നയുടെ കാര്യം പറയുകയാണെങ്കിൽ വയനാട്ടിലും സമീപ മേഖലകളിലുമുള്ള വനങ്ങളിൽ വലിയ വിപത്തായി മാറിയിട്ടുണ്ട് ഈ മഞ്ഞക്കൊന്ന. പുതിയൊരു ഭീഷണിയാണ് ചുഴലിപ്പാറകം എന്ന് പറഞ്ഞ പുതിയൊരു ഭീഷണി. വനങ്ങൾക്കുള്ളിൽ ഡാമുകളുടെ തീരത്തും പുഴയോരങ്ങളിലും വ്യാപകമായി പടർന്നു പിടിക്കുന്ന പുതിയ ഭീഷണിയാണ് ഈ ചുഴലിപ്പാറകം എന്ന കുറ്റിച്ചെടി. ഊരകം എന്നീ പേരുകളും ഇതിനുണ്ട്. ഇവ പുൽമേടുകൾ കീഴടക്കുന്നു. അതുമൂലം ആനകളുടെ സ്വാഭാവികമായ തീറ്റ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിങ്ങനെ കഥ പറഞ്ഞപ്പോൾ ഇച്ചിരി വിജ്ഞാനവും കൂടെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ ഒരു പത്രത്തിൽ വന്ന കാര്യങ്ങളാണ്, ഞാനതൊന്ന് കൂട്ടി ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ പ്രകൃതി എന്തുകൊണ്ട് അല്ലേ നമ്മളെല്ലാം ആലോചിക്കുന്നത് മൃഗങ്ങൾ അല്ലെ, മൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ട്, അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അല്ലെ ഭക്ഷണമൊക്കെ വേണം. അപ്പോഴാണ് ഈ അധിനിവേശ സസ്യങ്ങളുടെ ഒരു പ്രശ്നവും. അത് പെരുകുന്നത് മൂലം അവർക്ക് ആവശ്യമുള്ള സസ്യങ്ങൾ ഇല്ലാതാവുന്നു, ഭക്ഷിക്കാൻ അനുയോജ്യമായ സസ്യങ്ങൾ ഇല്ലാതാകുന്നു അല്ലേ, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എന്തായാലും അധികം തീർപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോൺ. നിങ്ങൾ ഇതുവരെ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.